ഷുഗർ കട്ട്. ഇനി സാനിറ്റിച്ച് കല്യാണം കഴിക്കില്ലല്ലോ, അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഐസ്ക്രീം കഴിക്കുന്നത്. ഈ പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്ന് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് പറയാം കേട്ടോ. ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് റെഡിയായി നിൽക്കുകയാണ്. എനിക്കാണ് ഈ സാരിയുടെ കളർ കോമ്പിനേഷൻ നല്ല ഇഷ്ടമായിട്ടുണ്ട്. അങ്ങനെ അമ്മയും ഞാനും കൂടെ റെഡി ആയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞങ്ങളൊരു ബെസ്റ്റ് ഫ്രണ്ട് ഗ്യാങ് ഉണ്ട് കേട്ടോ. അതിലൊരാളെയും കൂടെ പിക്ക് ചെയ്തിട്ടാണ് ഞാൻ കല്യാണത്തിന് പോകുന്നുണ്ടായിരുന്നത്. നമ്മളാണെങ്കിൽ ഓഡിറ്റോറിയത്തിൽ എത്തിയ സമയം ഭയങ്കര കറക്റ്റായിരുന്നു, കാരണം ഗ്രൂമിനെ വെൽക്കം ചെയ്യായിരുന്നു കേട്ടോ എല്ലാവരും. അങ്ങനെ ബ്രൈഡിൻ്റെ ബ്രദർ വന്നിട്ട് ഗ്രൂമിനെയൊക്കെ വെൽക്കം ചെയ്തു. ഞങ്ങളാണെങ്കിൽ ഞങ്ങളുടെ പരിപാടിക്ക് കിടന്നു, വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ചിട്ട് അകത്ത് പോയിരുന്നു. എനിക്കാണെങ്കിൽ സാരിയുടെ ഫോട്ടോസും വീഡിയോസും എടുത്തിട്ട് മതിയാവുന്നേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കിട്ടുന്ന ചാൻസിലൊക്കെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവിടേക്ക് ഇരുന്നിട്ട് നമുക്ക് നേരെ ബ്രൈഡിൻ്റെ അടുത്തേക്ക് പോകാട്ടോ. ബ്രൈഡിന് കുറച്ച് കോൺഫിഡൻസ് ഒക്കെ കൊടുക്കണമല്ലോ, കാരണം ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണല്ലോ. അങ്ങനെ ഞങ്ങൾ പാവം കുട്ടി, പേടിയില്ലാത്ത കുട്ടിയെ ഞങ്ങൾ പോയി പേടിപ്പിച്ചിട്ട് വന്നു. അങ്ങനെ നിക്കാഹിൻ്റെ സമയമായിട്ടോ. അപ്പോൾ നിക്കാഹ് വൃത്തിയായിട്ട് കാണാൻ വേണ്ടി ഞങ്ങൾ ഓഡിറ്റോറിയത്തിൻ്റെ മേലെ, അതായത് ബാൽക്കണിയുടെ അവിടെ ആയിട്ട് ഇരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബ്രൈഡിൻ്റെ എൻട്രി ഞങ്ങൾ ഇങ്ങനെയാണ് കണ്ടത്, കുറച്ച് വലയും പൂക്കളും ബഹളവും മാത്രം. അങ്ങനെ ബ്രൈഡും ഗ്രൂമും കൂടെ സ്റ്റേജിലേക്ക് കടന്നു. പിന്നെ അവരുടെ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് മാത്രം പോരല്ലോ, നമുക്ക് ഫോട്ടോ എടുക്കണമല്ലോ. അങ്ങനെ അവിടെ പോയപ്പോഴാണെങ്കിലും ഭയങ്കര തിരക്ക്. അങ്ങനെ കുറച്ച് അധികം നേരം നിന്നിട്ട് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു. എന്നിട്ട് ഫുഡിൻ്റെ സെക്ഷനിൽ വന്നപ്പോൾ അതിനേക്കാൾ തിരക്കായിരുന്നു. അങ്ങനെ കുറച്ച് തിക്കും തിരക്കൊക്കെ കൊണ്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ ഐസ്ക്രീം കഴിക്കാൻ തുടങ്ങിയിട്ടോ. ഒരു പ്രാവശ്യം, 2 പ്രാവശ്യം, 3 പ്രാവശ്യമൊക്കെ എല്ലാവരും വാങ്ങി കഴിക്കാൻ തുടങ്ങി. ഇതാണ് നേരത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യം കേട്ടോ. ഓരോ പ്രാവശ്യം നമ്മൾ ഓരോ സ്വീറ്റ്സ് കഴിക്കുമ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു ഷുഗർ കട്ടാണ് എന്ന്. അങ്ങനെ ഞങ്ങൾ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് പോന്നു.